എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ആമവാദത്തിനെ പറ്റിയാണ്. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ സ്വഭാവവുമാണ് നമ്മൾ കാണുന്നത്. അതിൽ ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ആമവാദം എന്ന് പറയുന്നത് എന്താണെന്നും പല ടൈപ്പ് വാദങ്ങളുണ്ടല്ലോ, അപ്പം എന്താണ് ഇത് തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ? ആമവാദം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ ജോയിൻസിനെ ആക്രമിക്കുന്ന ഒരു പ്രത്യേകതരം രോഗത്തിൽപ്പെട്ടതാണ് വരുന്നത്. മറ്റ് പല വാതരോഗങ്ങൾ എന്ന് പറയുമ്പോൾ വാദം ഏത് ജോയിൻസിനെ, ഏത് അവയവങ്ങളെ വേണേലും വാദം ബാധിക്കാം. ഇപ്പം നമ്മൾ ഹാർട്ടിനെ ബാധിക്കാം, രക്തക്കൊഴലുകളെ ബാധിക്കാം, അങ്ങനെ ഏത് സിസ്റ്റത്തെ നമുക്ക് വായിക്കാം. അതിന് ബേസിക്കലി നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. ഇപ്പം ഈ റുമാറ്റിസം അല്ലെങ്കിൽ വാദം എന്ന് പറയുമ്പോൾ നമ്മൾ റുമാറ്റിസം എന്നാണ് മോഡേൺ മെഡിസിനിൽ പറയുന്നത്. റുമാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 ടൈപ്പ് ഓഫ് വാദങ്ങളുണ്ട്. അതിൽ നമ്മൾ ആമവാദം എന്ന് നമ്മൾ പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെയാണ്. അത് നമ്മുടെ ജോയിൻസിനെയാണ് ബാധിക്കുന്നത്. അപ്പം ജോയിൻസിൻ്റെ ഏത് പാർട്ടിനെയും മിക്കവാറും ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ജോയിൻറ്റ് ക്യാപ്സ്യൂള്, ബോൺ ഉണ്ട്, കാർട്ടിലേജ് ഉണ്ട്, ഈ എല്ലാ ആസ്പെക്റ്റിനെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് വാദമുണ്ട്. അത് വാദം എന്ന് പറയാൻ പറ്റില്ല, ജോയിൻറ്റ് ആർത്രൈറ്റിസ് ഉണ്ട്. അതിനാണെങ്കിൽ അതിൻ്റെ കാർട്ടിലേജ് അല്ലെങ്കിൽ നമ്മൾ തരുണാസ്ഥിയാണ് ബാധിക്കുന്നത്. പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന വാദങ്ങളുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അപ്പം ബേസിക്കലി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതാണെങ്കിലും കൈകളെയാണ് കൂടുതൽ, കൈ അപ്പർ ഇതാണ്. പക്ഷെ കാലിനെയും ബാധിക്കാം, എല്ലാ ജോയിൻസിനെയും ബാധിക്കാം. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കൈയും കൈവിരലുകളെയൊക്കെ ആയിരിക്കും. പിന്നെ അത് റെസ്റ്റ് സമയത്ത്, ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അതിൻ്റെ പെയിനൊക്കെ തോന്നി തുടങ്ങുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഈ ആമവാദത്തിന്റെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ? യൂഷ്വലി നമുക്ക് പെയിൻ ആണ്. ഇപ്പം രാവിലെ ഒരു മോർണിംഗ് സ്റ്റിഫ്നെസ്, അതായത് നമ്മൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ജോയിന്റിനായിരിക്കും പെയിൻ വരുന്നത്. നമുക്ക് മിക്കവാറും ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടുതലും നടക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. ചിലതരം ജോയിന്റുകളുടെ പെയിനൊക്കെ കൂടുതൽ അതിനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും. ഈ ആമവാദത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ റെസ്റ്റ് എടുത്തിട്ടിരിക്കുമ്പോഴായിരിക്കും പെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ ടിപ്പിക്കലി രാവിലെ എഴുന്നേൽക്കുമ്പം മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും, അതിൻ്റെ കൂടെ വേദന ഉണ്ടാകും. അപ്പം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറയുമായിരിക്കും ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള പ്രത്യേകത. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൈയുടേതാണെങ്കിൽ എല്ലാവരും അറിയും, വേദന അറിയും. പക്ഷെ കാലിൽ തുടങ്ങുന്നവർക്കാണെങ്കിൽ പലപ്പോഴും അവർ അറിയേല. അപ്പം അങ്ങനെയുള്ളതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലിലെ പെരുവിരലും മറ്റേ വിരലുകളും തമ്മിൽ ഉള്ള ചിലതിലാണ് ഡിസ്റ്റൻസ് കുറഞ്ഞു പോകും. അതായത് പെരുവിരൽ ഒരു സൈഡിലേക്ക് പോകുന്നത് പോലെ, ലാറ്ററൽ സൈഡിലേക്ക് പോകുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ സൈഡിലേക്ക്. അപ്പം ഒന്നെങ്കിൽ കൂടി വരും അല്ലെങ്കിൽ കുറഞ്ഞു വരും. അപ്പോൾ ഈ വിരലുകൾ തമ്മിലുള്ള ഇടയിലുള്ള സ്പേസ് അതായിരിക്കും കാലിൽ പലപ്പോഴും വേദന അധികം വരികയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ കാലിൻ്റെ വിരൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആമവാദത്തിൻ്റെ തുടക്കമാകാം. ജനറൽ ഒരു ചെറിയ പെയിനൊക്കെ വരും, പക്ഷെ ആരും നോട്ടീസ് ചെയ്യാതിരിക്കും. പക്ഷെ കയ്യിലാവുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പല കാര്യം ചെയ്യാനൊക്കെ പറ്റാതെ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ ഇത് കൂടാതെ ഷോൾഡർ, മുട്ട്, ഏത് ജോയിൻറ്റിനെ വേണമെങ്കിലും ബാധിക്കും. അവിടെയൊക്കെ വേദനയും സ്റ്റിഫ്നെസ്സും ആയിരിക്കും അതിൽ വരുന്നത്. പിന്നെ കൂടി വന്നു കഴിയുമ്പോഴേക്കും ജോയിന്റ് ഡിഫോംഡ് ആയി പോകും. ഈ ആമവാദത്തിൽ ഈ സന്ധി വേദന വരുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ആണെങ്കിലും ഈ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ വരുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് ഈ വരുന്നത്? ബേസിക്കലി ഇതൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ് എന്നാണ് ഇതിനെ പറയുന്നത്. നമ്മൾ ഈ ആമവാദം അതുപോലെ ഏത് ജോയിന്റ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷനാണ്. ഇൻഫ്ലമേഷൻ, ഈ പെയിൻ വരാൻ കാരണം പ്രത്യേക ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ജോയിൻസിനകത്തെ സെല്ലുകൾക്ക് ഡാമേജ് വരുവാണ്. അപ്പോൾ ഈ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഡാമേജ്ഡ് സെൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി പുതിയതുണ്ടാക്കണമെന്നാണ്. അപ്പോൾ അതിനൊരു മാറ്റുന്ന പ്രോസസ്സിനകത്ത് അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കെമിക്കൽ മീഡിയേറ്റേഴ്സ് വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ WBCs, വെള്ള രക്താണുക്കൾ, നമ്മൾ പറയില്ല, നമ്മുടെ
നമ്മുടെ സോൾജിയേഴ്സ്. അപ്പോൾ അവർ ഡാമേജ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് മാറ്റാനായിട്ട് വരും. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സിൽ വരുന്ന കെമിക്കലുകളാണ് നമുക്ക് ഈ വേദന ഉണ്ടാക്കുന്നത്. അപ്പം ബേസിക്കലി ഈ വേദനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, അവിടെ ഒരു പ്രോബ്ലം, നമ്മുടെ ബോഡിയുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ഈ വേദന എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ബോഡി നമ്മളെ അങ്ങോട്ടൊരു അറ്റൻഷൻ സീക്ക് ചെയ്യും, നമ്മളെ അങ്ങോട്ട് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് വേദന വരുന്നത്. അപ്പോൾ അതെല്ലാം കെമിക്കൽ മീഡിയേറ്റേഴ്സും വഴിയും സെൽസും കെമിക്കൽ മീഡിയേറ്റേഴ്സും എല്ലാം വഴിയാണ് ആ വേദന വരുന്നത്. അപ്പോൾ നമുക്ക് പനി വരുമല്ലോ, അപ്പോൾ ഒരു അസുഖം വരുമ്പം ഈവൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലാണെങ്കിലും ചെറിയ ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാവാം. അതൊക്കെ ഇൻഫ്ലമേഷൻ്റെ ലക്ഷണങ്ങളാണ്. ബേസിക്കലി 4 ലക്ഷണങ്ങളാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഏത് രോഗത്തിനാണേലും 4 കാർഡിനൽ സൈൻസ് ആണുള്ളത്. ഒന്ന് പനി, വേദന, ചുവപ്പ്, തടിപ്പ് അല്ലെങ്കിൽ മുഴ. പിന്നെ 5ാമത്തേതായിട്ട് പറയുന്നത് ക്ഷീണം അല്ലെങ്കിൽ ലോസ് ഓഫ് ഫങ്ഷൻ. ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മൾ ലോസ് ഓഫ് ഫങ്ഷൻ എന്ന് പറയും. അതായത് ടയർഡ്നെസ് ഒന്നും അല്ലെ പാട്ട് തന്നെ ഫങ്ഷണൽ അല്ലാതായി പോകുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ വേദനയായിരിക്കും. പിന്നെ ക്ഷീണവും, ജനറലൈസ്ഡ് ക്ഷീണവും വരാം. അത് എല്ലാ ഓട്ടോഇമ്യൂൺ ഡിസീസിനും വരാം, ഇതിനകത്തും അതുപോലെ തന്നെ വരാം. ഈ ആമവാദത്തില് പാരമ്പര്യത്തിന് എന്താണ് പ്രാധാന്യം? യെസ്, ഡെഫിനറ്റ്ലി ആമവാദം ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ്. അതിന് പാരമ്പര്യ ഘടകം ഡെഫിനറ്റ്ലി ഉണ്ട്. ഇപ്പം നമുക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം ആമവാദം എന്ന് മാത്രമല്ല, ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് നമുക്കുണ്ടെങ്കിൽ അവർക്ക് ഈ അസുഖം വരാനുള്ള ഫാമിലിയിലുണ്ടെങ്കിൽ, ഇപ്പം അമ്മയ്ക്ക് ചിലപ്പം തൈറോയിഡൈറ്റിസ് ആയിരിക്കും ഉള്ളത്, പക്ഷെ മകൾക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ മോന് വരുമ്പോൾ ചിലപ്പോൾ അത് ആർത്രൈറ്റിസ് ആയിട്ട് വരാം. അപ്പോൾ അതിന് ഈ ഫാമിലിയൽ ടെൻഡൻസി ഇതിനകത്ത് കൂടുതലാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ഫാമിലിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം വരണമെന്ന് നിർബന്ധമില്ല. താൻ എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് സാധാരണഗതിയിൽ ഈ ആമവാദം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കൂട്ടുന്നത്? ഒന്ന്, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് 2 മെയിൻ കാര്യങ്ങളാണ് ഈ ആമവാദമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന് ജനറ്റിക് ഘടകങ്ങൾ, അതായത് പാരമ്പര്യമായിട്ടുണ്ടെങ്കിൽ. 2 എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അപ്പം നമുക്ക് ഹെറിഡിറ്ററിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വരാം, നമുക്ക് അതിൻ്റെ ജെനറ്റിക്സ് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ നമ്മളുടെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് ലൈഫ് സ്റ്റൈലും കൂടെ തെറ്റി വരുമ്പോഴല്ല, ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൂടെ അതിനൊപ്പം വന്നു കഴിയുമ്പോഴാണ് ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന്, നമ്മളൊരു അമ്മയ്ക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ നമ്മളുടെ മോള് അല്ലെങ്കിൽ മോന് അത് കറക്റ്റായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മാനേജ് ചെയ്ത് പോവുക, കറക്റ്റായിട്ട് എക്സസൈസ് ഉണ്ട്, ന്യൂട്രീഷൻ എല്ലാം കറക്റ്റായിട്ട് എടുക്കുന്നു, മറ്റു വലിയ സ്ട്രെസ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വരണമെന്ന് നിർബന്ധമില്ല. അതേസമയത്ത് നമുക്ക് നമ്മളുടെ ഓവർ വെയിറ്റ് ആണ്, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അസുഖം വന്നു, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അല്ലെങ്കിൽ അലർജി ഉണ്ട്, അപ്പം മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓവർ വെയിറ്റ് വരുമോ, അല്ലെങ്കിൽ ഫുഡ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസോ അല്ലെങ്കിൽ എക്സസോ വരികയോ, പിന്നെ ടോക്സിക് എലമെൻറ്റ്സ് നമ്മൾ കൂടുതൽ ടോക്സിൻ എക്സ്പോഷർ വരുമോ, അല്ലെ സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ആമവാദത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും അത് അറിയുന്നത് തന്നെ കുറെ താമസിച്ചാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ സിമ്പിളായിട്ടുള്ളത് ഏതാണ്? പിന്നെ ഇത് ഉറപ്പിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ടെസ്റ്റുകളുണ്ടോ? ബിക്കോസ് ഈ വേദന സന്ധിവേദന എന്നൊക്കെ പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടൊക്കെ വരാറുണ്ടല്ലോ. നമ്മൾ ഒരു ജോയിന്റ് പെയിൻ ആയിട്ടായിരിക്കുമല്ലോ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ജോയിന്റ് പെയിൻ ആയിരിക്കും, ക്ഷീണമായിരിക്കും, സ്റ്റിഫ്നെസ് ആയിരിക്കും. യൂഷ്വലി ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകുന്ന ഇതൊരു ഫാമിലി ഫിസിഷ്യനായിരിക്കും യൂഷ്വലി കാണുന്ന, അല്ലെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീഷണർ പോലെ ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. യൂഷ്വലി ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് എല്ലാവരും പെയിൻ കില്ലേഴ്സ്, ലൈറ്റ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് കൊടുക്കും. അത് വെച്ച് മാറിയില്ലെന്നുണ്ടെങ്കിലാണ് പിന്നെ യൂഷ്വലി കൂടുതൽ ഇതിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു മേജർ പ്രോബ്ലം ആയിട്ട് വരികയാണ്, സ്റ്റിഫ്നെസ് ഉണ്ട്, വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു, അല്ലെ ബേസിക്കലി നമ്മളെ ഫങ്ഷണൽ ആസ്പെക്ട് വെച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് ആണെങ്കിലും ടെസ്റ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് വന്നു കഴിയുമ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് നമ്മളിപ്പം വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. ഒന്ന് നമ്മൾ നോക്കുന്ന ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ഇൻഫ്ലമേഷൻ കൂടിയോ, അതിന് ബ്ലഡ് കൗണ്ട്, CBC നമ്മൾ പറയും, പിന്നെ അതുപോലെ ESR, CRP, HSCRP, അങ്ങനത്തെ കുറച്ച് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്, അത് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കും.
പിന്നെ സ്പെസിഫിക് ആയിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ നോക്കുന്നത് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് തന്നെയാണ്. അത് തന്നെ പല ഫാക്ടേഴ്സ് ഇപ്പം നമുക്ക് പലതും അവൈലബിൾ ആണ്. അതിൽ RA ഫാക്ടർ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ anti-CCP, പിന്നെ ഈവൻ നമുക്ക് ജനറ്റിക് ഘടകം എന്തായാലും നമുക്കൊരു ജനറ്റിക്കലി ഇൻഹെറിറ്റൻസ് കൂടുതലുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു HLA-B27 എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. പിന്നെ ചിലർക്ക് ഇതിനൊപ്പം തന്നെ നമ്മൾ പല്ലിന് കേടോ അല്ലെങ്കിൽ ടോൺസിലൈറ്റിസ് ക്രോണിക് ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ഉണ്ട്, റുമാറ്റിക് ഫീവർ എന്ന് പറയുന്നത്. അതിനും ഈ ജോയിൻറ്റ് പെയിനും ഒക്കെ കയറി വരാം, പ്രത്യേകിച്ച് കുട്ടികളിൽ വരുമ്പോൾ. അപ്പം നമ്മളൊരു ASO ഫാക്ടർ, പിന്നെ കോംപ്ലിമെൻറ്റ്സ്, പല ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിലും ഓട്ടോ ഇമ്മ്യൂൺ മാർക്കേഴ്സുമായിട്ട് പല ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിനകത്ത് ഒരു ഫ്യൂ ഞാൻ ഇതാണ് പറഞ്ഞത്. മോർ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇപ്പം നമ്മളെപ്പോഴും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്, ഇപ്പം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ തന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലെ ഇതിൻ്റെ സിംറ്റംസ് എല്ലാം കാണിക്കുന്ന മോർ സിസ്റ്റമിക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകാവുന്ന വേറൊരു രോഗമുണ്ട്, SLE എന്ന് പറയുന്നത്. അപ്പം ഈ അതിനും ജോയിൻറ്റ് പെയിൻ ഒക്കെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. ഇനിയിപ്പം അങ്ങനെ SLE എന്തെങ്കിലും ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ANA എന്നും പറഞ്ഞു അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറാണ്. അതിൻ്റെ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ടെസ്റ്റും ഉണ്ട്. അതിൻ്റെ ഒരു കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് അതിൻ്റെ പല ANA എന്ന് പറഞ്ഞാൽ ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡിയാണ്. അതിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് 17 ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസ് ഇന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇനിയിപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണോ, ഇനി അത് വേറെന്തെങ്കിലും ഉണ്ടോ, അതിനകത്ത് ഇപ്പം ജോക്രൻ സിൻഡ്രോം ഉണ്ടോ, അല്ലെങ്കിൽ SLE ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ അതായത് നമ്മുടെ ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ എക്സ്റ്റൻഷൻ എത്ര വരെ വരുന്നുണ്ടല്ലോ, ഏതെല്ലാം ഭാഗത്തേക്ക് അത് ബാധിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാനുള്ള പല മോഡേൺ ടെസ്റ്റുകളും ഇന്നുണ്ട്. ഇതോടുകൂടി നമ്മൾ ഈ ആദ്യത്തെ സെക്ഷൻ തീർക്കുകയായി. ഇതിൽ നമ്മൾ ഈ ആമവാദത്തിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ ഡയഗ്നോസ്റ്റിക് രീതികൾ, പിന്നെ നമുക്ക് പൊതുവെ കാണുന്ന ബുദ്ധിമുട്ടുകളുടെ കാരണം എന്താണ് എന്നുള്ളതും കൂടെ നമ്മൾ ചർച്ച ചെയ്തു. ഇനിയിപ്പം നമ്മൾ അടുത്ത സെക്ഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആമവാദത്തിൻ്റെ കറണ്ട് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് മരുന്നുകളായിട്ടും സർജിക്കലായിട്ടും അല്ലാതെയും ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും നമ്മൾ നോക്കുക.